ഹോർമുസ് കടലിടുക്ക് വഴി ഇന്ത്യൻ നാവികരെ അയക്കരുത് എന്ന് കേന്ദ്ര സർക്കാർ. കപ്പൽ കമ്പനികൾക്കും റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്കുമാണ് മാരിടൈം അഡ്മിനിസ്ട്രേഷന്റെ കർശന നിർദ്ദേശം. വ്യാപാര കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും. തൗഫീഖ്, മുൻപ് ഇതുവഴി കപ്പലുകൾ പോയിരുന്നോ? ഇന്ത്യൻ കപ്പലുകൾ പോയിരുന്നോ? അജിംസ്, ഹോർമുസ് കടലിടുക്കുകളിലൂടെ ഇന്ത്യൻ കപ്പലുകൾ പോകുന്നതാണ്. ഇന്ത്യയുടെ നിരവധി കപ്പലുകൾ ഈ കടലിടുക്ക് വഴി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കപ്പലുകൾക്ക് നേരെയും അതിലെ നാവികർക്ക് നേരെയും ആക്രമണങ്ങൾ നടക്കുകയും ഒരു ഇന്ത്യൻ നാവികർ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരമൊരു കർശന നിർദ്ദേശം കേന്ദ്ര സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കപ്പൽ കമ്പനികൾക്കും റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്കും മാരിടൈം അഡ്മിനിസ്ട്രേഷന്റെയും ആണ് ഈ കർശന നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കമ്പനികൾക്കും റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്കുമാണ് ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വ്യാപാര കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു തീരുമാനമെന്നും നിർദ്ദേശമെന്നും കൂടി മാരിടൈം ഇപ്പോൾ ഇവരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ ഈ മേഖലയിലൂടെ ഇന്ത്യൻ നാവികരെ അഴക്കരുത് എന്നുള്ളൊരു നിർദ്ദേശവും കൂടി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. നിരന്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മേഖലയിലൂടെ പോകുന്ന മറ്റു കപ്പലുകൾ കനത്ത ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശവും കൂടി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ വിദേശകാര്യ മന്ത്രാലയം അതിലെ എതിർപ്പറിയിക്കുകയും പ്രതിഷേധം രേഖപ്പെടുത്തുകയുമെല്ലാം ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരമൊരു നിർദ്ദേശം ഇപ്പോൾ ഈ കമ്പനികൾക്ക് നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ നാവികരുടെ സുരക്ഷ പൂർണ്ണമായും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു അടിയന്തര നടപടി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടായത് എന്നുകൂടി കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ശരി.